Dear students, Oscillations എന്ന ചാപ്റ്ററിലെ നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 33 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ 69 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതിനെ നമുക്ക് 4 പോർഷൻസുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫേസ് അടങ്ങുന്ന അതിൻ്റെ ബേസിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സിമ്പിൾ പെൻഡുലവും സ്പ്രിംഗ് പെൻഡുലവും ബേസ് ചെയ്തിട്ട്. Then the very important topics are the energy in simple harmonic motion, damped forced oscillations and its resonance. So ടോട്ടലായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ 69 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുക. മിനിമം 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 1. ലുക്ക്, ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ the displacement and acceleration of a particle in a simple harmonic motion. നമുക്കറിയാം, ആക്സിലറേഷൻ എഴുതുന്ന സമയത്ത് വി നോ അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെന്ന് നമുക്കറിയാം, അല്ലേ? സോ വി ആർ റിലേറ്റിംഗ് ദാറ്റ് ആക്സിലറേഷൻ വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ദർ ഈസ് എ നെഗറ്റീവ് സൈൻ. ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഇൻ ദ സെൻസ് ദേ ആർ ഇൻ ഔട്ട് ഓഫ് ഫേസ് ബൈ പൈ റേഡിയൻ. സോ വി ക്യാൻ സേ ഡി as the answer. We can move with the question number 2. The radius of circle, the period of revolution, the initial position and the sense of revolution are indicated in the figure. So here, this is the concept there. The y projection of radius vector of the rotating particle is, y projection എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുക? ഇപ്പോഴത്തെ പൊസിഷൻ ഇവിടെയാണെങ്കിൽ അത് വൈ ആക്സിസിലേക്ക് മേക്ക് ചെയ്യുന്ന പ്രൊജക്ഷൻ എന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദിസ് വൺ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമ്മുടെ റേഡിയസ് വെക്ടറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ആ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡാണ് നമുക്ക് വൈ ആയിട്ട് കിട്ടിയിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് കൊസൈൻ ഓഫ് ദി ആംഗിൾ ആണ്. സോ കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവിഷൻ ബൈ ദ റേഡിയസ്. അപ്പോൾ നമുക്കറിയാമെന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് റേഡിയസ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. സോ y is equal to 3 into cosine of the angle theta. So that is the concept. അപ്പോഴും നമ്മൾ ഓർമ്മയിരിക്കേണ്ട ഒരു കൺസെപ്റ്റ്, ഒമേഗ എന്ന് പറയുന്നത് ആംഗിൾ ഡിവിഷൻ ബൈ ടി ആണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ടു ബി 3 cos into ഒമേഗ ടി. സോ അവിടെ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഓർക്കുക, ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് 2π ഡിവിഷൻ ബൈ ദ ടൈം പീരീഡ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ടൈം പീരീഡ് 4 സെക്കൻഡ് ആണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഒമേഗ, ദാറ്റ് ഈസ് 2π/4. സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് π/2. സോ ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്. സോ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 cos into π/2 into t. So that is a very important concept. So based on that, we get the answer as that fourth choice, D as the answer. So we can move with the question number 3. The average velocity of a particle executing simple harmonic motion in one complete vibration. അപ്പോൾ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ പൊസിഷനിലേക്ക് തിരിച്ച് ഒരു കംപ്ലീറ്റഡ് മോഷനിൽ എത്തുന്നത് കൊണ്ട് തന്നെ ദി ആവറേജ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് പ്ലസ് മൈനസ് ബിക്കം 0. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ ഡി as the answer. We can move with the fourth question. The displacement of a particle executing simple harmonic motion, that is given as is equal to y equal to an initial position plus, then the variation is represented as a sin omega t plus b cos omega t. സോ നമ്മൾ ആ പൊസിഷനെ നമ്മൾ ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ ലൊക്കേഷൻ y മൈനസ് a0 എന്ന് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു a sin omega t പ്ലസ് b cos omega t. അവിടെ നമുക്ക് cos omega t യെ സൈനിൻ്റെ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ സോ വി ഗെറ്റ് as π/2.
അപ്പോൾ അവിടെ നമ്മുടെ ഓർമ്മയിൽ വരേണ്ട ഒരു കാര്യം, രണ്ട് വേവുകൾ, സിനുസോയിഡൽ വേവുകൾ വിത്ത് എ ഫേസ് ഡിഫറൻസ് ഓഫ് π/2. അപ്പോൾ എയും ബിയുമാണ് അവൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ദ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് വെക്ടർ ഫോമിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, that cosine of the angle between them, so π/2. Cos 90 becomes 0, so we get the answer as a root of a square plus b square. That means we get the answer as the B choice. So we can move with the question number 5. The distance covered by a particle undergoing SHM in one time period is. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് മീൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സ്ട്രീം പൊസിഷനിലായ എയിലെത്തി തിരിച്ച് ഈ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് എ. The total path length become, that is 4a as the answer. So we can say A as the choice for the problem. We can move with the question number 6. When two displacements are represented by y1 equal to a sin omega t and y2 is equal to b cos omega t are superimposed. അപ്പോൾ രണ്ട് റിലേഷൻസും നമ്മൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് സൈൻ വേവ് ആണെങ്കിൽ രണ്ടാമത്തത് കോസ് ആണ്. സോ കോസിനെ നമുക്ക് സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ദാറ്റ് സൈൻ ഓഫ് ദാറ്റ് ഒമേഗ ടി പ്ലസ് π/2. അപ്പോൾ അവ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് പൈ ആയിട്ട് മാറിയത് കൊണ്ട് തന്നെ വി ക്യാൻ ഈസിലി റൈറ്റ് ടു ബി ആസ് എ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഇനി അത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് മാറുന്നു എന്നുള്ള കൺസെപ്റ്റ് അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നെറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇൻഡിവിജ്വലിൻ്റെ സമ്മായിട്ട് മാറുകയാണെന്നറിയാം. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ വി എന്ന് പറയുന്നത് dy/dt എന്ന് പറയുന്നത് സി, നമുക്ക് ഇവിടെ y1 എന്ന് പറയുന്നത് എ സൈൻ, അപ്പോൾ d/dt ഓഫ് ദാറ്റ് സൈൻ ഒമേഗ ടി പ്ലസ് d/dt ഓഫ് ദാറ്റ് കോസ് ഒമേഗ ടി, ബി കോസ് ഒമേഗ ടി, എ സൈൻ ഒമേഗ ടി. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും എ ഒമേഗ കോസ് ഒമേഗ. സൈനിൻ്റെ ഡിഫറൻഷ്യൽ വരുമ്പോൾ കോസ് ഒമേഗ ടി ആണ്, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒമേഗ പുറത്തേക്ക് വന്നു. കോസിൻ്റെ ഡിഫറൻഷ്യൽ വരുമ്പോൾ അവിടെ ഒരു മൈനസ് സൈൻ വരുമെന്നുള്ള കാര്യം ഓർക്കുക. സോ ദാറ്റ് മച്ച് ഇൻ ടു സൈൻ ഒമേഗ ടി. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ആക്സിലറേഷനിലേക്ക് എത്തിയാൽ നമുക്കതിനെ വെലോസിറ്റിയെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ എ ഒമേഗ കോസ് ഒമേഗ ടി, കോസ് ഒമേഗ ടിയെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു മൈനസ് സൈൻ വരുമെന്നുള്ള കാര്യം ഓർക്കുക. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനിൽ നിന്നൊരു ഒമേഗ കൂടെ വരുന്നു. സോ എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി ദാറ്റ് മൈനസ് ബി ഒമേഗ സ്ക്വയർ ദാറ്റ് സൈനിൻ്റെ ഡിഫറൻഷ്യൽ കോസ് ഒമേഗ ടി ആയിട്ട് മാറുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു മൈനസ് നമ്മൾ പുറത്തെടുക്കാം, അതോടൊപ്പം തന്നെ ഒമേഗ സ്ക്വയറും നമ്മൾ ആയാൽ വി ഗെറ്റ് ദ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി. So that is a very important one. This is said to be our displacement. So acceleration is equal to minus square times of displacement. അതുകൊണ്ട് തന്നെ അതൊരു SHM ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനും പറ്റും. And hence we can easily say for the sixth question B as the answer. We can move with the question number 7. The oscillation of a body on a smooth horizontal surface is given by the relation x is equal to a cos omega d. Which are one of the following graphs shows correctly the variation of a with that time. So അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സിൽ നിന്ന് ആദ്യം വെലോസിറ്റിയിലേക്ക് വരണം. അപ്പോൾ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ അവിടെ അത് കോസ് സൈനായിട്ട് മാറുകയാണ്. ദെൻ അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, അതിനെ നമ്മൾ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് ഫംഗ്ഷനിലേക്ക് തന്നെ വരികയാണ്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദെയർ ഈസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ ഓക്കേഴ്സ്. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ഇവിടെ നിന്ന് 180 ഡിഗ്രി ഡിഫറൻസിലേക്ക് വരുന്ന ചോയ്സ് നമുക്കെടുക്കാം CSD കൺസെപ്റ്റ്. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ സാധാരണ കോസ് വരുമ്പോൾ
സൈനുമായിട്ട് ഇത് നമ്മളുടെ സൈൻ കർവാണെങ്കിൽ അതുമായിട്ട് നമുക്കറിയാം ഒരു π/2 ഫേസ് ഡിഫറൻസിലാണ് എപ്പോഴും നമ്മളുടെ കോസ് വാല്യൂ നമ്മൾ വരയ്ക്കുക. അപ്പോൾ അവ തമ്മിൽ ഒരു π/2 ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. സോ അത് നമ്മുടെ ആക്സിലറേഷനിലേക്ക് വരുമ്പോൾ 180 ഡിഗ്രിയിലേക്ക് മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. So we can move with the question number 8. See, a particle of mass m oscillates along x-axis according to the equation that is given as is equal to x is equal to a sine omega t. The nature of the graph between the momentum and displacement of the particle is മൊമെൻറ്റവും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഗ്രാഫ് നമുക്ക് വരയ്ക്കണം. അറ്റ് ഫസ്റ്റ് മൊമെൻറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും തമ്മിലുള്ള കർവ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? ഇവനെ നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ഒമേഗ കോസ് ഒമേഗ ടി ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ടു ബി x/a എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി ആയിട്ട് മാറി. ആൻഡ് വി ഡിവിഷൻ ബൈ എ ഒമേഗ എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി ആയിട്ട് മാറി. വി ക്യാൻ ട്രീറ്റ് ദിസ് എസ് 1 ആൻഡ് ദിസ് എസ് 2. അപ്പോൾ 1² പ്ലസ് 2² വരെയാണെങ്കിൽ എന്ത് സംഭവിക്കും? x/a² വി ഡിവിഷൻ ബൈ എ ഒമേഗ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 1. സോ അങ്ങനെ വരുമ്പോൾ ഈ റിലേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ x² പ്ലസ് v² ഡിവിഷൻ ബൈ ഒമേഗ സ്ക്വയർ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു a². സോ നമുക്ക് ഈ റിലേഷൻ കാണുമ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം ദാറ്റ് ഈസ് എൻ എലിപ്സ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഈ വിയോടൊപ്പം ഒരു മാസ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ കൂടെ നടത്തുമ്പോൾ ഇറ്റ് ബിക്കംസ് വാട്ട് മൊമെൻറ്റമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം ദാറ്റ് കർവ് എന്ന് പറയുന്നത് എലിപ്സ് ആയിട്ട് മാറി. We can move with the question number 9. The equation of a simple harmonic motion that is given as y is equal to 3 sine. അവിടെ ഒരു π/2 ഉള്ള കാര്യം മറന്നു പോകരുതേ. മിക്കവാറും പ്രോബ്ലങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ഈ π/2 that is outside the bracket. The ratio of maximum particle velocity to the wave velocity, that is the question. സോ പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറയുന്നത് എ ഒമേഗ എന്ന് നമുക്കറിയാം. അതോടൊപ്പം അത് ഫേസ് വെലോസിറ്റി അല്ലെങ്കിൽ വേവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റിലേഷനാണ് ഒമേഗ/k. അപ്പോൾ ഇവൻ്റെ ഈ ഒരു ആർഗ്യുമെൻ്റ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് 2πf ആൻഡ് ദാറ്റ് k ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 2π/λ എന്ന് പറയുമ്പോൾ എഫ് ലാംഡ എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ദ വേവ്. So that is given as that phase velocity, that is we can easily find it to be as omega/k. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് that particle velocity by the phase velocity is equal to a omega/k. So omega cancel ആയിട്ട് പോയി. So we get a into k. So what is a into k? So that is we need to find it. നമ്മുടെ ആ റിലേഷൻ ഒന്ന് ജനറലൈസ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വി നോ ദ കൺസെപ്റ്റ് ദാറ്റ്സ് y ഈസ് ഈക്വൽ ടു ദ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ദാറ്റ് സൈൻ ഒമേഗ ടി മൈനസ് k ഇൻറ്റു എക്സ്. അപ്പോൾ ആ ഒരു റിലേഷനുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കെയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഇതുകൂടെ കൺസിഡർ ചെയ്താൽ ഇറ്റ് ബിക്കംസ് π/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/λ. നമുക്കറിയാം കെ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് വേണ്ടത് കെയുടെ വാല്യൂ തന്നെയാണ്. അത് π/2 ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 ആണ്. സോ ഇൻറ്റു π/2. സോ 3/2π ആയിട്ട് നമ്മുടെ ആൻസർ മാറിക്കഴിഞ്ഞു. സോ വി ഗെറ്റ് ബി എസ് ദി ചോയ്സ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 10. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m is released from rest and follows a parabolic path, assuming that the displacement of the mass from the origin is small, and which graph correctly depicts the position of the particle as a function of time. So velocity versus displacement curve is here. So അതിൻ്റെ കറക്റ്റായിട്ട് അപ്പം വെലോസിറ്റി ടൈം കർവാണ് നമ്മുടെ
ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം കർവാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത്. സോ ഇത് ഈ ഒരു കൺസെപ്റ്റിലൂടെ നമുക്കറിയാമെന്നുള്ളൊരു കാര്യം, അത് വെലോസിറ്റി നമ്മുടെ മെയിൻ പൊസിഷനിൽ വരുമ്പോൾ അത് 0 ആകുന്നു എന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. സോ അങ്ങനെ വരുമ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോൾ വെലോസിറ്റി 0 ആകുന്ന കർവായിരിക്കും നമ്മുടെ മെയിൻ പൊസിഷനിൽ വരുന്ന സമയത്ത്. സോ വെലോസിറ്റി നമുക്ക് 0 ആകുന്ന പൊസിഷൻ, വെലോസിറ്റി 0 ആകുന്ന പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്ട്രീം പൊസിഷൻ ആയിരിക്കും അല്ലേ. എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആകുന്ന പൊസിഷൻ. സോ ഈ ഒരു പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അത് എക്സ്ട്രീം പൊസിഷനിലായിരിക്കും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവ് നമുക്ക് വേരിയബിൾ ആയിട്ട് വരുന്നത് എ ആണ്. കാരണം അറ്റ് t is equal to 0 it must go to the maximum value. സോ ആ ഒരു വേരിയേഷൻ നമുക്ക് തരുന്നത് എ ചോയ്സ് ആണ്. സോ വി ക്യാൻ ടേക്ക് എ as the answer. We can move with the question number 11. Out of the following functions representing motion of a particle, which represents SHM? So that is a very important one. നമ്മൾ സാധാരണ രൂപത്തിൽ ഒരു സ്ക്വയർ ടേമായിട്ടോ ക്യൂബ് ടേമായിട്ടോ അങ്ങനെ വരുന്നത് ഒരു കാരണവശാലും അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. അപ്പോൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം വിച്ച് വൺ ആർ സെഡ് ടു ബി ദ സിമ്പിൾ ഹാർമോണിക് കൺസെപ്റ്റ്. ഇവിടെ സി എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു സിംഗിൾ വേവ് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഡൗട്ടില്ല. ബട്ട് വി ക്യാൻ മൂവ് വിത്ത് എ ചോയ്സ് ഓൾസോ. സി വൈ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവനെ വെലോസിറ്റിയിലേക്ക് നമ്മൾ കണ്ടുപിടിച്ചാൽ ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് ഇവനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ കോസ് ഒമേഗ ടിയും കോസ് ഒമേഗ ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടിയുമായി മാറുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഒമേഗ സൈൻ ഒമേഗ ടി ആയിട്ട് മാറി. ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ ആക്സിലറേഷനിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ് വെലോസിറ്റിയെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ഒമേഗ കോസ് ഒമേഗ ടി ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. ദാറ്റ് ഈസ് സൈൻ ഒമേഗ ടി ഈസ് വാട്ട് അവനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് കോസ് ഒമേഗ ടി. സോ നമുക്ക് മൈനസ് ഒമേഗ സ്ക്വയർ ഒന്ന് കോമൺ ആയിട്ട് എടുത്താൽ സൈൻ ഒമേഗ ടി മൈനസ് കോസ് ഒമേഗ ടി ആയിട്ട് മാറി. പക്ഷേ അത് നമുക്ക് തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അതുകൊണ്ട് എ ചോയ്സും അതോടൊപ്പം സി ചോയ്സും ആയിരിക്കും ആൻസർ. സോ വി ക്യാൻ ടേക്ക് സി ആസ് ദി ഓപ്ഷൻ. We can move with the question number 12. Two particles are oscillating along two close parallel straight lines side by side with the same frequency and amplitudes. So that is the concept there. They pass each other moving in opposite directions when their displacement is half of the amplitude. The displacement is half of the amplitude, but they are moving in opposite direction. അപ്പോൾ ഒരാൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരെണ്ണം ഇങ്ങനെ. ഇപ്പോൾ നമുക്ക് സ്വാഭാവികപരമായിട്ടും രണ്ടും the mean positions of the two particles lie on the straight line perpendicular to the path of the two particles. അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എടുത്താൽ ഇത് നമുക്ക് മീൻ പൊസിഷൻ എന്ന് പറയാം. അപ്പോൾ ഒരാൾ A/2 എന്നുള്ള ഒരു പൊസിഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ആ ഡയറക്ഷനിൽ പോകുമ്പോൾ മറ്റേത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുക. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കേസിൽ എക്സ് എന്ന് പറയുന്നത് എ സൈൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് 5 ആണെങ്കിൽ സേ ഈവൻ എക്സ് ഇസ് ഈക്വൽ ടു A/2 എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ 5 ആയിട്ട് നമുക്ക് എടുക്കാം. എയും ക്യാൻസൽ ആയിട്ട് മാറുകയാണ്. അപ്പോൾ 5 എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിട്ട് മാറുന്നു, π/6 ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റേ ആളിൻ്റെ ഫേസ് എന്തായിരിക്കും? അത് നമുക്കറിയാം ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, 180 ഡിഗ്രിയിൽ നിന്ന് നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. സോ 5 - π/6 അപ്പോൾ എത്ര കിട്ടി നമുക്ക്? യെസ് 5/6 π.
അപ്പോൾ നമ്മുടെ അവ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 2 മൈനസ് 5 1. So that is equal to 5 by 6 pi minus pi by 6. So that is equal to, we get the value as 4 by 6 pi. So that is equal to 2 by 3 pi. So that is the, and we get the answer as the B choice. So we can move with the question number 13. The displacement of a particle along the x-axis is given by x is equal to a sine square omega t. So this, it is a simple harmonic motion or simple harmonic motion of frequency 3 omega by 2 pi, and non-simple harmonic motion, simple harmonic motion of frequency omega by 2 pi. So that is a very important one. അപ്പോൾ നമുക്ക് സാധാരണ രൂപത്തിൽ ആക്സിലറേഷൻ പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു SHM ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവനെ തന്നെ നമുക്ക് സൈൻ ഒമേഗ സ്ക്വയർ ടി എന്ന് പറയുന്നത് 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 ആയിട്ട് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ ഇറ്റ് ബിക്കംസ് 1 by 2 ഇൻറ്റു കോസ് 2 ഒമേഗ ടി. അപ്പോൾ ഇത് ബേസ് ചെയ്ത് നമ്മൾ വെലോസിറ്റിയിലേക്ക് നമ്മൾ കണ്ടുപിടിച്ചാൽ ഇറ്റ് ബിക്കംസ് ആസ് ഡി എക്സ് ബൈ ഡി ടി. സോ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറുകയാണ്. സോ മൈനസ്, സോ വി ഗെറ്റ് ദ കൺസെപ്റ്റ് ദേ, അവിടെ ഒരു എ ഉള്ള കാര്യം മറന്നു പോകരുതേ. സോ ഒന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുത്താൽ, സോ എ ബൈ 2 ഇൻറ്റു കോസിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം 2 ഒമേഗയാണ്. സോ ദാറ്റ് മച്ച് ഇൻറ്റു മൈനസ് സൈൻ 2 ഒമേഗ ടി. മൈനസ് മൈനസ് ക്യാൻസലായിട്ട് മാറി, 2 ക്യാൻസലായിട്ട് മാറി. സോ എ മൈനസ് ബിക്കംസ് പ്ലസ് എ ഒമേഗ സൈൻ 2 ഒമേഗ ടി. പക്ഷെ നമുക്ക് ആക്സിലറേഷനിലേക്ക് വരാം. ഒരു പ്രാവശ്യം നമ്മൾ വെലോസിറ്റികൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അവിടെ ഓൾറെഡി എ ഒമേഗയുണ്ട്. സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 2 ഒമേഗ കൂടെ നമുക്ക് കിട്ടും ഇൻറ്റു കോസ് 2 ഒമേഗ ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2a ഒമേഗ സ്ക്വയർ കോസ് 2 ഒമേഗ ടി. പക്ഷേ ഇത് നമുക്ക് എക്സുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ നോൺ സിമ്പിൾ ഹാർമോണിക് മോഷൻ. C as the answer. We can move with the question number 14. Which one of the following equations of motion represents simple harmonic motion? എപ്പോഴും നമ്മുടെ മീൻ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കണം. പക്ഷേ അവ മീൻ പൊസിഷനിലേക്ക് ടുവേഴ്സും ആയിരിക്കണം. അവ തമ്മിൽ ഒരു പൈ ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെ വരുമ്പോൾ വി ക്യാൻ സേ ഫോർ ദ ക്വസ്റ്റ്യൻ നമ്പർ 14 we can take A as the answer. We can move with the question number 15. Two simple harmonic motions of angular frequencies 100 and 1000. So നമുക്ക് തന്നിരിക്കുകയാണ് omega 1 as is equal to 100 radian per second, and omega 2 take the value as is equal to 1000 radian per second. Have the same displacement for the two cases. So A1 is equal to A2. The ratio of their maximum accelerations. So we can write it to be as A1 by A2 is equal to acceleration എന്ന് പറയുന്നത് നമുക്കറിയാം. മാക്സിമം കേസ് വരുമ്പോൾ എ ഒമേഗ സ്ക്വയർ, ദി ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഒമേഗ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ദെയർ, ദ ഡിവിഷൻ ബൈ സോ A2 ഇൻറ്റു ഒമേഗ 2 സ്ക്വയർ. A1 A2 സെയിം ആയതുകൊണ്ട് അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒമേഗ 1 എന്ന് പറയുന്നത് 100 ആണ്, ദ ഡിവിഷൻ ബൈ 1000 ആണ്, that much square on. So we get 1 by 10 square. So 1 by 10 square. So that is the answer. We get B as the choice. Number 16. The phase difference between the instantaneous velocity and acceleration. So അവിടെ എപ്പോഴും ഓർക്കണം, നമ്മൾ y എന്ന് പറയുന്നത് a sin omega t ആയിട്ടാണ് പറയുന്നതെങ്കിൽ അത് വെലോസിറ്റി ആകുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സൈനിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് ദ വാല്യൂ ദ കോസ് ഫങ്ഷൻ. അപ്പോൾ സൈനും അടുത്ത വെലോസിറ്റിയിൽ നിന്ന് നമ്മൾ ആക്സിലറേഷനിലേക്ക് പോകുമ്പോൾ കോസിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു മൈനസ് സൈൻ ഉണ്ട്, ഒമേഗ കൂടുതൽ വരും. അപ്പോൾ ഇറ്റ് ബിക്കംസ് സൈൻ ഒമേഗ ഡി. സോ ഈ കോസും ഫങ്ഷനും സൈൻ ഫങ്ഷനും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് പൈ ബൈ 2. സോ 0.5 pi. So D is the answer. We can move with the question number 17.
A particle executing a simple harmonic motion of amplitude, that is A is given as is equal to 5 centimeter, and has maximum speed, A omega is equal to 31.4 centimeter per second. Then what is the oscillation per second? So our aim is to find what is the number of oscillations per second as the frequency. നമ്മൾ ഇത് രണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് വൺ ബൈ വൺ, ഒമേഗ ഇറ്റ് ടേക്ക് ദ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു 31.4 ഡിവിഷൻ ബൈ 5. സോ അങ്ങനെയാണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് 31 ഇപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓസിലേഷൻ കിട്ടണമെങ്കിൽ, നമ്പർ ഓഫ് ഓസിലേഷൻസ് കിട്ടണമെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി 2πf. 31.4 എന്ന് പറയുമ്പോൾ അത് 3.14 into 10 division by 5 എന്നെടുക്കാം. That pi cancel, and our aim is to find what is f, that is 10 division by 5 into 2, that it becomes a frequency become 1 ds, the answer for the problem. So dear students, നമ്മുടെ 33 years of questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 17 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത 69 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. വി ക്യാൻ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. സോ try to do maximum MCQs. Take care. God bless you.